പാലക്കാട്ട് എന്താണ് ഇപ്പോൾ സാധ്യത? ഇപ്പോൾ വീശുന്ന കാറ്റ് എങ്ങോട്ടാ? മൈക്ക് പിടിച്ചു. വീശുന്ന കാറ്റ് UDF തരംഗം തന്നെയാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. തരംഗത്തിന്റെ സൂചനയാണ്. അതെ അതെ. കഴിഞ്ഞ തവണ ഉണ്ടായ തരംഗം അതിലും കൂടുതലായിട്ട് തന്നെ UDF തരംഗം ആ. മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ ഒരു ആത്മവിശ്വാസത്തിന്റെ കാരണം? ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത് വികസന പ്രവർത്തനങ്ങൾ. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇന്ന് നമ്മൾ പോകുന്നത് ഈ പ്രാദേശിക കാര്യങ്ങളല്ല എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. കാരണം നമ്മുടെ ഇന്ത്യ മുന്നണി കോൺഗ്രസ് നിലനിൽക്കണം, മുന്നിൽ വരണം. അതാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ ഇപ്പൊ ചർച്ചയ്ക്ക് വരുന്നത് എന്തായാലും നമുക്ക് ഈ പ്രാദേശികമായ കാര്യങ്ങൾ പ്രസക്തി ഇല്ല എന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ ഇന്ത്യ അല്ല അല്ല ഇന്ന് ഇന്ത്യ രാജ്യം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കോൺഗ്രസ് മുന്നണി ഇന്ത്യ മുന്നണി മുന്നോട്ട് തന്നെ വരണം. അതിന് 20 MP-മാരും നമ്മുടെ ഇപ്പൊ ഏത് ഇതിലായാലും 20 MP-മാരും വിജയിച്ച് വന്നാൽ മാത്രമേ നമ്മൾ ഇന്ത്യയെ സംരക്ഷിക്കാനും മതേതരത്വം നിലനിർത്താനും അതുപോലെ തന്നെ ഭരണഘടന സംരക്ഷിക്കാനും കഴിയുള്ളൂ. പാലക്കാടിലെ വോട്ടർമാർ മനസ്സിലാക്കി അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് വിശ്വാസം. ഇവിടെ ഉണ്ടല്ലോ പഞ്ചായത്തിലെ നമ്മുടെ ഒരു CPM-ന്റെ മെമ്പർ ഉണ്ടായിരുന്നല്ലോ, അതെ വന്നാട്ടെ. അങ്ങനെയാണോ? അതായത് ഒരു കോൺഗ്രസിന് അനുകൂലമായ ഒരു കാറ്റടിച്ചു തുടങ്ങിയിട്ടുണ്ടോ പാലക്കാട്? ഇല്ല. ഈ മണ്ഡലം പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ മണ്ഡലമാണ്. കാലങ്ങളായിട്ട് ഇടയ്ക്ക് വിശ്വാസവും ഒക്കെ മാറിയതാണ്. അല്ലാതെ ഇടതുപക്ഷ മനസ്സുള്ള പാലക്കാട് പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ മനസ്സുള്ള മണ്ഡലം തന്നെയാണ്. വിജയരാഘവനെ ഇറക്കിയതോടുകൂടി ആ കാറ്റൊന്ന് ഇടത്തോട്ട് പിടിച്ചിട്ടുണ്ട്. ഇടത്തോട്ട് പിടിച്ചു എന്നാ പറയുന്ന കാറ്റ്. ഇല്ല, അങ്ങനെ ഇടത്തോട്ട് പിടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇപ്പൊ 20 MP-മാരും CPM-ന്റെ 20 MP-മാരും കേന്ദ്രത്തിലെത്തിയിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ കാര്യം? അതായത് കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ തവണ ഈ 18 MP-മാരും കേരളത്തിൽ നിന്ന് വിജയിച്ച് ഡൽഹിയിൽ പോയി. ഇവര് കേരളത്തിന്റെ ആവശ്യം 19 ഈ കേരളത്തിന്റെ ആവശ്യമായ കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ ഒരു അക്ഷരം പോലും ഈ പാർലമെന്റ് ചോദിച്ചിട്ടില്ല. അതുമാത്രം കേരളത്തിന് അർഹതപ്പെട്ട ഒരൊറ്റ കാര്യം പോലും ഈ MP-മാർ കേരളത്തിന് ആവശ്യപ്പെട്ട അവസാനം അടിയന്തര പ്രമേയമൊക്കെ കൊണ്ടുവന്നു. അത് അല്പം മാത്രം. പക്ഷെ മറ്റൊരൊറ്റ പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ ഒരു കാര്യം പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. വലിയ ആരോപണമാണ്. നമുക്ക് ആരോപണത്തിന് മറുപടിയിലേക്ക് വരാം. അതിനു മുമ്പ് ഇടത്തോട്ട് കാറ്റ് ചായുന്നു, അതല്ല കോൺഗ്രസിന് അനുകൂലമായി കാറ്റ് ചായുന്നു. എങ്ങോട്ടാ ചായുന്നില്ല? പ്രാവശ്യം കൃഷ്ണകുമാർ CK ജയിക്കും. അതേപോലെ തന്നെ ഇവര് രണ്ടുപേരും കൂടി ഒരു മുന്നണിയായിട്ട് മത്സരിക്കുന്നതാണ് നല്ലത്. അതെ, അല്ല കേരളത്തിലും അങ്ങനെ മത്സരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് സ്വപ്നം. അത് വളർത്തിയിരുന്നാ മതി. അങ്ങനെ രണ്ടുപേരും നിങ്ങൾക്ക് സ്പേസിന് വേണം. അതിനല്ലേ ഇവര് മത്സരിച്ച് കളിക്കുന്നത് കൊണ്ട് നമുക്ക് ബാള് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അവര് രണ്ടുപേരും കൂടി ഒരു മുന്നണിയായിട്ട് കേരളത്തിൽ മത്സരിച്ചു പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തത വരും. ആണോ? അപ്പൊ നിലവിലൊരു C കൃഷ്ണകുമാർ അനുകൂലമായിട്ടാണോ കാറ്റ്? അതെ. അത് ശരി. അപ്പോ നമ്മുടെ റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ, താങ്കൾ എന്താ പറയുന്നത്? ഇവിടുത്തെ ഒരു മണ്ഡലത്തിലെ കാറ്റ് എങ്ങോട്ടാ? ഇടത്തോട്ടോ കോൺഗ്രസിലേക്കോ വലത്തോട്ടോ? ഞങ്ങൾക്ക് മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. ഏത് ഗ്യാരണ്ടിയാ? പെട്രോളിന്റെ ഗ്യാരണ്ടിയാണോ അതോ ഗ്യാസിന്റെ ഗ്യാരണ്ടിയാണോ? മാറി എല്ലാരും ഭരിച്ചിട്ടുണ്ട്. ഒരു ചാൻസ് നമുക്ക് കൊടുത്തു നോക്കാം. അപ്പം ഇത്തവണ C കൃഷ്ണകുമാറിനെ അയച്ചാൽ മണ്ഡലത്തിന് നേട്ടം ഉണ്ടാവും എന്നാണ് അഭിപ്രായം. നേട്ടമാണ് വിശ്വസിക്കുന്നത്. വിശ്വാസമാണ് എല്ലാം പ്രധാനം. വിശ്വാസമാണ് പ്രധാനം. അപ്പൊ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നു ആണോ? മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ആര് വന്നാലും നാട്ടിന് നല്ലത് ചെയ്താൽ മതി. ആരായിരിക്കും? മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണോ നല്ല ഗ്യാരണ്ടി? വിശ്വസിക്കുന്നില്ല. മണിപ്പൂര് സന്ദർശിക്കണം മോദി, അതാ വേണ്ടത്. അതെ, മണിപ്പൂർ സന്ദർശിച്ചിട്ട് വരണം അല്ലേ? കേരളത്തിൽ അടിക്കടി വരുന്നുണ്ട്, നല്ലത് വന്ന് അതേപോലെ തിരിച്ചു പോകും. നിങ്ങൾ BJP വോട്ട് ചെയ്യൂ? ഇല്ല. ശരി. പിന്നെ മോദിക്ക് മണിപ്പൂരല്ല, മോദിക്ക് എവിടെ വേണമെങ്കിലും പോകാലോ, ഏത് രാജ്യത്തോ. മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നില്ല. കാറ്റങ്ങോട്ടോ ഇടത്തോട്ടാണോ കോൺഗ്രസ്? ഞങ്ങൾ തിരിച്ചു പിടിക്കും. എങ്ങനെ തിരിച്ചു പിടിക്കും? എന്ത് കോൺഫിഡൻസ് ഉള്ളത്? പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാൻ മത്സരിക്കുകയാണ് കോൺഗ്രസ്. തിരിച്ചു പിടിക്കും. മത്സരിക്കുന്നത് മറ്റേ തേള് എലിപ്പത്തായി അങ്ങനെയൊന്നും വരില്ല. അതൊക്കെ വെറുതെ എങ്ങനെ പറയാണ്? അതൊക്കെ പറയും. അപ്പം കോൺഗ്രസ് മത്സരിക്കുന്നത് ഏറ്റവും വലിയ ബദലാകാനും മോദി അധികാരത്തിൽ താഴെ ഇറക്കാനുമാണ്. CPM മത്സരിക്കുന്നതോ? CPM മത്സരിക്കാൻ ഞങ്ങൾ ഇടതുപക്ഷ നല്ല ചിന്താഗതിയോടെ നല്ല ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളായിട്ട് കാഴ്ചവെക്കും. പക്ഷേ എന്താ ഇവിടുത്തെ ഒരു പൊതുവായ രാഷ്ട്രീയ ചിത്രം?
ഇന്ത്യ മഹാരാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളാണ് വോട്ട് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അവരുടെ തീരുമാനമാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്. കഴിഞ്ഞ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കണ്ട ഇത്രയും വർഷം കണ്ട ഭരണവും ഈ കഴിഞ്ഞ 8 വർഷം 5-10 വർഷമായിട്ട് ഇന്ത്യ കണ്ട ഭരണവും പൊതുജനങ്ങൾ വിലയിരുത്തട്ടെ. മതവർഗീയവാദികളുടെ പ്രസക്തി കാരണമാണ് ഇന്ന് ഇന്ത്യ ഈ രൂപത്തിലായത്. എന്ന് പറഞ്ഞാൽ മതവർഗീയവാദികളെ ഒരു സർക്കാരിനെ താഴെ ഇറക്കണം. അല്ലാണ്ട് വികസനത്തിന്റെ കാര്യമല്ല. വികസനത്തിന് ഇന്ത്യ ഗവൺമെന്റ് ആര് ഭരിച്ചാലും അതാത് പാർലമെന്റ് മെമ്പർമാർക്ക് കൊടുക്കേണ്ട വിഹിതം കൊടുക്കുകയും അവരത് അതാത് പാർലമെന്റ് മണ്ഡലത്തിൽ ചെലവഴിക്കുകയും വേണം. അതെ, പാലക്കാട്ടെ വോട്ടർമാർ ചിന്തിക്കുന്നത് സങ്കുചിതമായ മണ്ഡലത്തിന്റെ വികസനമല്ല, പകരം ദേശീയ തലത്തിൽ ഇന്ത്യ നിലനിൽക്കണോ എന്ന ചോദ്യമാണ്. അമേരിക്ക അടക്കം ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വിലയിരുത്തേണ്ടതാണ്. ക്രൈസിസിലാണ് ജനാധിപത്യം അതാണ് വിലയിരുത്തേണ്ടത്. മനസ്സിലായില്ലേ? പക്ഷെ അവർക്ക് വിദേശത്തിന് പറയാം. പക്ഷെ മോദിയുടെ അനുകൂല ആൾക്കാരും പറയുന്നത് ഇന്ത്യ $5 ട്രില്യൺ എക്കണോമിയിലേക്ക് കുതിച്ചു. ആയിരിക്കാം. ഇന്ത്യയുടെ ഒരു അസൂയ ഉള്ളത് കൊണ്ടായിരിക്കില്ലേ ഒരുപക്ഷെ. ഞാൻ ചോദിക്കുന്നതല്ല, ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ഓരോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കണം. ഓരോ ഓരോ അംഗങ്ങളും ചെലവാക്കണം. BJPക്കും CPMനും ഈ ചെലവാക്കേണ്ട പണം ഓരോ പാർലമെന്റ് അംഗവും ചെലവാക്കേണ്ട കോടിക്കണക്കിന് ഉറുപ്പിക എവിടെ നിന്ന് കിട്ടി? കോൺഗ്രസും കേജ്രിവാളും മാത്രമേ ഇവിടെ അഴിമതി നടത്തി ബോണ്ട് വാങ്ങി ചെയ്തിട്ടുള്ളൂ. ഇലക്ട്രൽ ബോണ്ട് അതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നതാണ്. നമുക്ക് അഭിപ്രായങ്ങളിലേക്ക് വരാം. എനിക്കറിയാം നിങ്ങൾക്ക് ഇതിന് മറുപടി ഉണ്ട് എന്നെനിക്കറിയാം. മറുപടിയിലേക്ക് വരാം. താങ്കൾ അഭിഭാഷകൻ കൂടിയാണ്. താങ്കളുടെ മറുപടി ഒന്ന് റിസർവ് ചെയ്തു.